ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ മന്ത്രിസഭാ പുനഃസംഘടന. മന്ത്രിസഭാ പുനഃസംഘടനയിൽ ധർമ്മേന്ദ്ര പ്രധാൻ തിരികെ വരുമോ? നിതിൻ ഗഡ്കരിയുടെ മന്ത്രിസ്ഥാനം തെറിക്കുമോ? DMK INDA മുന്നണി വിട്ട് അതായത് കനിമൊഴി അടക്കമുള്ളവർ മന്ത്രിസഭയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയമായി ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏറെ കൗതുകത്തോടെ നോക്കുന്ന വസ്തുതയാണ്. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ അത്ര കണ്ട് നരേന്ദ്രമോദിക്കും അല്ലെങ്കിൽ നരേന്ദ്രമോദി നയിക്കുന്ന BJP സർക്കാരിനും BJPയുടെ ദേശീയ നേതൃത്വത്തിനും വളരെ വേണ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിസഭയിലേക്ക് തിരികെ വരും എന്ന സൂചനകളാണ് ഇപ്പോൾ ഉള്ളത്. 2026 ജൂലൈ 25 അദ്ദേഹത്തിന് കേന്ദ്ര മന്ത്രിസ്ഥാനം നഷ്ടമായത്, അല്ലെങ്കിൽ അദ്ദേഹം അന്ന് രാജിവെച്ചത്. അദ്ദേഹം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ഇപ്പോൾ ഒരു പുതിയ നിയമനമായിരിക്കും. മറ്റൊരു സംശയം ഉണ്ടാകുന്നത് നിതിൻ ഗഡ്കരിക്ക് മന്ത്രിസ്ഥാനം നഷ്ടമാകുമോ? പെട്രോൾ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടമാകും എന്ന വാർത്തയും വരുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടമാകാനുള്ള സാധ്യത തീരെ കുറവാണ് എന്ന വർത്തമാനവും BJP ദേശീയ നേതൃത്വം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ പറയുമ്പോൾ ഈ മന്ത്രിസഭയിലേക്കുള്ള ഇപ്പോൾ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലേക്ക് പ്രമുഖരായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിൽ ആരുടെയൊക്കെ മന്ത്രിസ്ഥാനം പോകും എന്ന വാർത്തയും നമുക്കിവിടെ എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ DMK അവരിപ്പോഴുള്ള മുന്നണിയിൽ നിന്ന് വിട്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വിജയ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം തമിഴ്നാട്ടിൽ അതുവരെ DMK മുന്നണി ഈ പറയുന്ന കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിന്നതാണ്. DMK മുന്നണി അങ്ങനെ കോൺഗ്രസിൽ നിന്ന് അകന്നുപോയി. അതിൻ്റെ കാരണം വിജയ്ക്ക് സപ്പോർട്ട് കൊടുക്കാനായി അവിടെ തമിഴ്നാട്ടിൽ ഇടതുപക്ഷ സംഘടനകൾക്കൊപ്പം കോൺഗ്രസും പോയി വിജയ് മന്ത്രിസഭ രൂപീകരിക്കാൻ സഹായിച്ചു. ഒരു ദാക്ഷിണ്യവുമില്ലാതെ അന്ന് വരെ DMKക്കൊപ്പം നിന്ന ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് മുന്നണി മാറ്റം ഉണ്ടായതോടെ DMK കോൺഗ്രസുമായി അകന്നു കഴിഞ്ഞു, INDA മുന്നണിയുമായി അകന്നു. അതുകൊണ്ട് തന്നെ DMKയെ കൂടെ കൂട്ടാൻ BJP ഏതാണ്ട് ഈ കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ ഉടനീളം ശ്രമിക്കുകയുണ്ടായി. പ്രതിപക്ഷത്ത് തങ്ങൾക്ക് പ്രത്യേകം ഒരു സീറ്റ് തന്നെ ഉണ്ടാക്കി, തങ്ങൾ പ്രതിപക്ഷത്തോടൊപ്പം അല്ല, INDA മുന്നണിക്കൊപ്പം അല്ല എന്ന് DMK പല ചർച്ചകൾക്കിടയിൽ, ലോക്സഭയിലെ പല ചർച്ചകൾക്കിടയിലും ഭരണപക്ഷത്തോടൊപ്പം ഒരു ചായ്വ് കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ DMK ഈ പറയുന്ന പോലെ ഇവരുടെ പുതിയ മന്ത്രിസഭ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ മന്ത്രിസഭാ വികസനത്തിൽ തീർച്ചയായും കനിമൊഴിക്കൊരു മന്ത്രിസ്ഥാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മന്ത്രിസ്ഥാനം ആർക്കൊക്കെ പോകും എന്ന വാർത്തയും നമുക്കിവിടെ എടുത്തു പറയേണ്ടതാണ്. അതിൽ കേൾക്കുന്ന പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് JP നദ്ദയുടേതാണ്. മുൻ BJP അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു JP നദ്ദ. അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടമാകും എന്ന വാർത്തയുണ്ട്. അതുപോലെ കിരൺ റിജിജുവിനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടമാകും എന്ന വാർത്തയും ഇപ്പോൾ ശക്തമാണ്. മന്ത്രിസ്ഥാനം നഷ്ടമാകുമെന്ന് പറയുമ്പോൾ കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടനയിലെ പറഞ്ഞു കേൾക്കുന്ന മറ്റു ചില രാഷ്ട്രീയതകൾ, അതായത് തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള ചില ചർച്ചകൾ കേൾക്കുന്നുണ്ട്. നിർമ്മല സീതാരാമന് ധനകാര്യ മന്ത്രിസ്ഥാനത്ത് തുടരാനാകുമോ, അതോ ശക്തികാന്ത് ദാസ് ആകാനാണോ സാധ്യത? പിന്നെ മറ്റൊരു കാര്യം, പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായ പ്രഹ്ലാദ് ജോഷിക്കൊപ്പം കേരളത്തിൽ നിന്ന് സദാനന്ദൻ മാസ്റ്റർ വിദ്യാഭ്യാസ മന്ത്രിയായി വരുമോ? വകുപ്പ് മാറ്റം ഉണ്ടാകുമോ? വകുപ്പ് മാറ്റം ഉണ്ടാകണമെങ്കിൽ അശ്വനി വൈഷ്ണവിന് വകുപ്പ് മാറ്റം ഉണ്ടാകുമോ? ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റമായി വരാൻ പോകുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ തിരിച്ചുവരവ് തന്നെയായിരിക്കും. അദ്ദേഹം വീണ്ടും മോദി മന്ത്രിസഭയിൽ മന്ത്രിയാകും. അദ്ദേഹം മന്ത്രിയാകാനുള്ള സാധ്യത തുടക്കത്തിൽ പറഞ്ഞതുപോലെ 50% തന്നെയുണ്ട് എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. ഏതായാലും അദ്ദേഹം സംഘടനയിലേക്ക് പോകാനുള്ള സാധ്യത, സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. മന്ത്രിസഭാ വികസനത്തിനെ കുറിച്ച് പറയുമ്പോൾ പുതിയതായി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലേക്ക് വരാൻ സാധ്യത പറഞ്ഞു കേൾക്കുന്ന 15 പേരുകളുണ്ട്. അത് ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ശക്തികാന്ത് ദാസ്, അദ്ദേഹം മുൻ RBI ഗവർണറാണ്. മറ്റൊരു പേര് അനുരാഗ് താക്കൂർ, തരുൺ ചുങ്, വിഷ്ണു ദത്ത് ശർമ്മ, അരുൺ ഗോവിൽ,
ശ്രീകാന്ത് ഷിൻഡെ, നിതീഷ് കുമാർ, ജനാർദ്ദൻ സിംഗ്, സഞ്ജയ് ദിൻ, സന്തം സിംഗ്, കമൽജിത്ത്, രാഘവ് ഛഥ, അശോക് മിത്തൽ, സുനിൽ ജാവർ, വസുന്ധര രാജ, രാം മാധവ്. ഇത് ഒരിക്കലും ഒരു അന്തിമ ലിസ്റ്റ് ആയിരിക്കില്ല. ഇത്രയും പറയുമ്പോൾ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും പേരുകൾ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരുമോ എന്ന ചോദ്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി മാത്രമാണ് ഏക പ്രതിനിധി. ജോർജ് കുര്യൻ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് പുറത്താണ്. ഇപ്പോൾ കേരളത്തിലെ നേതാക്കൾക്കിടയിൽ നിന്ന് കേൾക്കുന്ന പേരുകൾ, അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ സദാനന്ദൻ മാസ്റ്ററുടേതാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപി സദാനന്ദൻ മാസ്റ്ററെ കേന്ദ്രമന്ത്രി ആക്കണം എന്ന് പറഞ്ഞതും താൻ മന്ത്രിസ്ഥാനം ഒഴിയാം എന്ന് പറഞ്ഞതും നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ അദ്ദേഹം രാജ്യസഭയിലെ MP ആണ്. ജോർജ് കുര്യൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്തായ ശേഷം കേൾക്കുന്ന ക്രിസ്ത്യൻ നാമം അനിൽ ആന്റണിയുടെ പേരാണ്. BJPയുടെ യുവമുഖമാണ് അനിൽ ആന്റണി. പുതിയ തലമുറയുടെ പ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹത്തിന് പരിഗണനയുണ്ട്. കേന്ദ്രതലത്തിൽ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള കേരളത്തിൽ പറയപ്പെടുന്ന പേരുകളിൽ ഒന്ന് അനിൽ ആന്റണിയും അനൂപ് ആന്റണിയുടെ പേരും കേൾക്കുന്നുണ്ട്. കേരളത്തിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികവാർന്ന ഒരു മുന്നേറ്റം കേരളത്തിലെ BJP ഘടകത്തിനുണ്ടായി എന്ന നിലയ്ക്ക് അത്രയും 3 സീറ്റ് കിട്ടിയ സ്ഥിതിക്ക് ദേശീയ നേതൃത്വം സംഘടനാപരമായി കൂടുതൽ പ്രാധാന്യം നൽകും എന്നും ഈ മന്ത്രിസഭാ വികസനത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. കേന്ദ്ര മന്ത്രിസഭയുടെ പുനഃസംഘടനയിൽ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിസഭയിൽ തിരികെ എത്തുന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. മന്ത്രിസഭയിൽ നിന്ന് പുറത്താകുമെന്ന് പറയാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും ശശികാന്ത് ദാസ് ഉറപ്പായിട്ട് ഉണ്ടാകും. ഈ മാസം 26-ന് മോദി വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മന്ത്രിസഭാ വികസനം ഉണ്ടാകും. ഇനി നമുക്ക് മന്ത്രിസഭയിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുള്ള പ്രധാന പേരുകളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്കിലും ആരൊക്കെ പുറത്താകും എന്ന ആ ഒരു ലിസ്റ്റ് പൂർണ്ണമായി ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അവർ ആരൊക്കെയാണെന്ന് നോക്കാം. പ്രഹ്ലാദ് ജോഷി, JP നന്ദ, ജിതിൻ റാം, ഗിരിരാജ് സിംഗ്, സർബാനന്ദ, CR പാട്ടീൽ, ഹർദീപ് സിംഗ് പുരി, കിരൺ റിജിജു, G കിഷൻ റെഡ്ഡി. കേരളത്തിൽ നിന്ന് കേൾക്കുന്ന പേരുകളിൽ ദീർഘനാളായി കേൾക്കുന്ന പേരാണ് K സുരേന്ദ്രൻ്റെത്. അപ്പോൾ K സുരേന്ദ്രൻ്റെ പേരും അനിൽ ആന്റണിയുടെ പേരും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു. കൂടെ സദാനന്ദ മാസ്റ്ററുടെ പേരും കേൾക്കുന്നു. വേണമെങ്കിൽ അവസാനമായി പറയാം, ഇവരിൽ 3 പേരിൽ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ നിന്ന് മന്ത്രിസഭാ വികസനത്തിൽ ഉണ്ടാകും. നമുക്കൊന്ന് കേന്ദ്ര മന്ത്രിസഭയിലെ പ്രധാന വ്യക്തികളും അവരുടെ വകുപ്പുകളെ കുറിച്ചും നമുക്കൊന്ന് നോക്കാം. നരേന്ദ്രമോദി പ്രധാനമന്ത്രി, അമിത്ഷാ ആഭ്യന്തരം, രാജ്നാഥ് സിംഗ് പ്രതിരോധം, നിർമ്മല സീതാരാമൻ ഫിനാൻസ്, S ജയശങ്കർ വിദേശകാര്യം, നിതിൻ ഗഡ്കരി ഗതാഗതം, ശിവരാജ് ചൗഹാൻ കൃഷി ഗ്രാമവികസനം, അശ്വിനി വൈഷ്ണവ് റെയിൽവേ IT, പീയൂഷ് ഗോയൽ കൊമേഴ്സ്, മനോഹർ ലാൽ വൈദ്യുതി ഭവനം, കൂടാതെ ജ്യോതിരാദിത്യ സിന്ധ്യ. ഇങ്ങനെയാണ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. മോദി മന്ത്രിസഭാ വികസനം, അതായത് സംഘടനാ വികസനം കഴിഞ്ഞിരിക്കുന്ന, അതായത് ഈ പറയുന്ന രീതിയിൽ BJPയുടെ ദേശീയ നേതൃത്വം സംഘടനയെ പുനഃസംഘടിപ്പിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ മന്ത്രിസഭാ വികസനം ഉറപ്പായും ഉണ്ടാകും. അവിടെയാണ് നാം പറയുന്നത്, ഒന്നുകൂടി നാം പറയുന്നു, ഇതൊരു 3ാമത് ആവർത്തിയാണ് പറയുന്നതെങ്കിലും, നിതിൻ ഗഡ്കരിയുടെ മന്ത്രിസ്ഥാനം പോകാൻ സാധ്യതയുണ്ടോ എന്ന കാര്യം ഏറ്റവും കൂടുതൽ പോകാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കനിമൊഴി കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടാകുമോ? അതും ഇവിടെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. നന്ദി, നമസ്കാരം.